നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മണ്ണിനു വേണ്ടി മനുഷ്യർ അന്യോന്യം പടപൊരുതുമ്പോ ആ മണ്ണ് അറിയാതെ ചിരിക്കും. മണ്ണ് മനസ്സിൽ പറയും, നീ എനിക്ക് വേണ്ടി എത്ര പടവെട്ടിയാലും ഒടുവിൽ ഒന്നുമില്ലാത്തവനാകുന്ന നിന്നെ ഞാൻ തന്നെ വിഴുങ്ങുമെന്ന്. അതാണ് വസുന്ധര. മോനെ ജയരാമ, നീ ഔട്ട് ഹൗസിലേക്ക് വാ നോക്ക്. വാ രാജലക്ഷ്മി. സത്യത്തിൽ ഇതെന്ത് പറ്റിയത് ACP? ഓ, സ്നേഹം കിട്ടാൻ അവളുടെ ഒരു ലോഹ്യം കൂടലും പഞ്ചാമൃത പ്രണയം, അവളുടെ ഒരു കിന്നാരം. എനിക്ക് ഇയാളുടെ സ്നേഹമൊന്നും വേണ്ട. ഇയാളെ വെറുത്തിട്ടേച്ചു പോയ ആ മൈഥിലി കൊട്ടേഷൻ കൊടുത്തിട്ട് ആരെങ്കിലും എടുത്തിട്ട് താങ്ങിയതാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെയാണെങ്കിലേ പിറകെ നിങ്ങൾക്കും കിട്ടും. വാ മോനെ, പതുക്കെ നടക്ക്. അമ്മേ, മോളെ, കാർത്തിമോനെന്തോ ശനിദോഷം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നാളെ തന്നെ ജോത്സ്യരെ വിളിക്കാം. വിളിക്കാം മോളെ. വാ മോളെ. പെയിൻ കില്ലറാ, കഴിക്ക്. വേദന തൽക്കാലം കുറയും. എന്നെ ദഹിപ്പിക്കാനുള്ള നോട്ടമൊന്നും നോക്കണ്ട. ഞാനൊന്നും ചെയ്തൊന്നുമല്ലല്ലോ, തന്നെ പോയി ചാടി കൊടുത്തല്ലേ. മതിയടി കളിയാക്കിയത്. ഞാൻ കളിയാക്കിയതൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. എന്നോടുള്ള ദേഷ്യമൊന്നും ഗുളികയോട് കാണിക്കണ്ട. വേദന മാറാൻ ഇത് ഉപകരിക്കും. അടിമയോ വേലക്കാരിയോ തരുന്നു കരുതിയാ മതി. അഭിമാന ഗോപുരമൊന്നും തകർന്ന് വീടില്ല. എനിക്കൊരു ഗുളികയും വേണ്ട. നിങ്ങക്കേ ദൈവം തന്ന ഗുളികയുടെ വേദന മാറാനാ ഈ ഗുളിക. വേദന തപ്പേന്ന് മാറും. മസില് പിടിച്ചിരിക്കാതെ ഇത് കഴിക്കും മാഷേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് എന്റെ അമ്മ മുൻകൂട്ടി കണ്ടതാ. അത് പറഞ്ഞപ്പോ എന്തെല്ലാം കളിയാക്കലായിരുന്നു എന്നോട്. ഇപ്പൊ അനുഭവം കിട്ടിയപ്പോ പഠിച്ചോ? പല്ലി ചിലക്കുന്ന പോലെ നിന്ന് ചിലക്കാതെ ഇറങ്ങി പൊടി. ഞാൻ പോവാം. നിങ്ങക്ക് തന്നെ നടക്കാൻ പോലും ഉള്ള ത്രാണിയില്ലല്ലോ എന്ന് കരുതി പറഞ്ഞു പോയതാ. ഞാനും എന്റെ അമ്മയൊക്കെ നിങ്ങൾക്കിപ്പോ ശത്രുവാണല്ലോ. അതെ, നിങ്ങൾക്കിപ്പോ കഷ്ടകാല സമയോ, കണ്ടക ശനിയാ. കണ്ടകൻ വന്നാലേ കൊണ്ടേ പോവുന്നാ കേട്ടിട്ടുള്ളത്. പിന്നെ നീ നിന്റെ അമ്മയല്ലേ മനുഷ്യരുടെ ആയുസിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്റെ കൈ നിന്റെ കരണത്തെ പതിക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പൊടി. ഈ അവസ്ഥയില് എന്നെ ACPക്ക് തല്ലണമെങ്കില് ACPയെ പൊക്കിയെടുക്കാൻ വേണ്ടി ക്രെയിൻ സർവീസുകാരെ വിളിക്കണം. ചാടി എഴുന്നേറ്റാലേ മൂക്കും കുത്തി വീഴും.
ആ വല്ല ചായ മറ്റോ വേണമെങ്കിൽ വിളിച്ചാ മതി, ഞാൻ പുറത്തു കാണും. എന്താ ഉറങ്ങിയില്ലേ? കാർത്തിമോനെ ഓർത്ത് ഒരു സമാധാനമില്ല, അതുകൊണ്ട് ഉറക്കം വന്നില്ല. അവന്റെ കാര്യത്തില് എല്ലാവർക്കും ദുഃഖമുണ്ട്. അവള് വഞ്ചിച്ചിട്ട് പോയി. നേരിടുന്ന അപമാനം ചെറുതല്ല. അതിന് സ്വീകരിക്കേണ്ട മാർഗവും ഇതല്ലല്ലോ. മീനാക്ഷി അവന് മുറപ്പെണ്ണാണ്. മൈഥിലിയുമായി വിവാഹമോചനം നടത്തിയിട്ട് അവളെ അവന് കല്യാണം ആലോചിക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കല്യാണം കഴിക്കണമെങ്കിൽ നമ്മളാരും ഇഷ്ടപ്പെട്ടാൽ പോരാ, മീനാക്ഷിക്ക് ഇഷ്ടപ്പെടണം. പെണ്ണിന്റെ ഇഷ്ടം നോക്കാതെ ഞാൻ കല്യാണം കഴിച്ച അന്ധകാരകാലം കഴിഞ്ഞുപോയി. അതൊക്കെ 18-ാം നൂറ്റാണ്ടില. ഒരു കുടുംബജീവിതം എന്ന് വെച്ചാൽ ഈക്വൽ പാർട്ണർഷിപ്പാ. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം അംഗീകരിക്കണം, സ്നേഹിക്കണം. അത്തരം മനോഹരമായൊരു കുടുംബജീവിതം തകർത്തവനാ ഞാൻ. അതോടെ ഞാനും തകർന്നു. എനിക്ക് സമാധാനമേ ഇല്ല. എന്തിനി ജീവിക്കുന്നെന്ന് വരെ തോന്നിപ്പോവുക. ആത്മഹത്യ അപമാനമാണ്. ഏറ്റ അപമാനങ്ങൾക്കെല്ലാം അപ്പുറമാണ്. അറിയാവുന്നവർ പരിഹസിക്കും, തന്നെയുമല്ല അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ എന്തു പറഞ്ഞ ജേട്ടനെ ആശ്വസിപ്പിക്കുക? അമ്മ അറിഞ്ഞ തന്നെയുമല്ല, എനിക്കിപ്പോ ജേട്ടനൊരു അന്യന. ദേവി, ഞാൻ പോയിക്കോട്ടെ ചേട്ടാ. രാത്രിയായി. നമ്മള് രണ്ടുപേരും മാത്രം ഇങ്ങനെ നിൽക്കുന്നതില് എന്തായാലും ഒരു ശരികേടുണ്ട്. എന്ത് ശരികേട്? എന്താ ദേവി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും ചേട്ടാ? ദേവി, നിന്നെ ഞാൻ വേദനിപ്പിച്ചതിനും കരയിപ്പിച്ചതിനും ദൂരെ നിന്നെങ്കിലും മാപ്പ് പറയാനും പ്രായശ്ചിത്തം ചെയ്യാനും നീ എനിക്കൊരു അവസരം പോലും തരുന്നില്ലല്ലോ. അതെങ്കിലും മതിയായിരുന്നു. അതുപോലും നീ എനിക്ക് നിഷേധിക്കുകയാണല്ലോ ദേവി. എന്താ ചേട്ടാ ഇത്? എനിക്ക് ചേട്ടനോട് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിനൊക്കെ പ്രസക്തിയുള്ളൂ. എനിക്ക് ചേട്ടനോട് ഒരു പരിഭവവും ഇല്ല ദേവി. പക്ഷേ കാലത്തിന്റെ നീതി നിയമവും നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. ഞാൻ എന്റെ മകളായി ഏറ്റെടുത്ത എന്റെ മീനാക്ഷിയുടെ അച്ഛൻ എന്നതിലപ്പുറം യാതൊന്നും ഇപ്പൊ ചേട്ടനോട് എന്റെ മനസ്സിലില്ല. കൊട്ടിയടച്ച വാതിലുകളിൽ തിരികെ തട്ടാൻ പാടില്ല. കാരണം ഒരിക്കൽ പടിയിറക്കി വിട്ടതാ നമ്മുടെ മനസ്സിനെ. മനസ്സ് പലതും അംഗീകരിച്ചു എന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.